ഹോട്ട്ലൈവിനി പരിശോധിക്കുന്നത് കേരളത്തിലെത്തിയ കുർവാ സംഘത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും കുർവാ സംഘം ഭീതി പരത്തുന്നുണ്ട്. കുർവാ സംഘം പല ജില്ലകളിലും മോഷണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കേരളത്തിലെത്തിയ കുർവാ സംഘത്തിന് ഇനിയും 13 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ 4 പേർ ഇപ്പോഴും കൊച്ചിയിലുണ്ട്. പിടിയിലായ സന്തോഷിന് തിരുട്ട് ഗ്രാമത്തിൽ 3 വീടുകളുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, ആലപ്പുഴയിലെ കുർവാ സംഘത്തിന്റെ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണ് സന്തോഷിനെ പിടികൂടിയത്. അതായത് അവിടെ ആലപ്പുഴയിൽ കവർച്ചാ പരമ്പര തന്നെ നടന്നിരുന്നു. അതിൽ ഒരു കേസിൽ മാത്രമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇപ്പോഴും 13 പേർ പുറത്തുണ്ട്, 4 പേർ കൊച്ചിയിലുണ്ടെന്ന് പറയുന്നു. പറവൂരിലെ കേസ് കുർവാ സംഘത്തിന്റെ മോഷണ ശ്രമം നടന്നിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഒരു സൂചനയുമില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടെന്ന് പറയേണ്ടതല്ലേ? ടോം, ഇതിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയായി സുസജ്ജമായ ഒരു പോലീസ് സേന ഇവരെ അരിച്ചു പെറുക്കുന്നു എന്നെല്ലാം പറയുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴും ഈ കുറുവ സംഘത്തിനെ കുറിച്ച് കൂടി പറയാതെ വയ്യ. കാരണം ഇവരെ ഈ മോഷ്ടിക്കാൻ വരുന്നവർ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. എങ്കിൽ കൂടിയും ഈ പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളയുന്നതിൽ വേണ്ടി അതീവ വിദഗ്ധർ തന്നെയാണ് ഇവർ. കാരണം ഇവർ ഈ മൊബൈൽ ഫോൺ സാധാരണ നമ്മുടെ പോലീസ് സ്വാഭാവികമായുള്ളൊരു ട്രാക്കിംഗ് രീതിയെല്ലാം ഇവരിൽ അനുവർത്തിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. കാരണം അത്തരം സാങ്കേതിക വിദ്യയോ അത്തരം കാര്യങ്ങളിലോ അല്ല ഇവർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ പരസ്പരം തന്നെയാണ്. അതിൽ മറ്റൊരു ചതിയുടെയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സതീഷ് സെൽവത്തെ പിടികൂടിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ട് പോലും മറ്റൊരാളിലേക്ക് കടന്നു ചെല്ലാൻ പോലീസിന് കഴിയാത്തതും അതുകൊണ്ടാണ്. 14 അംഗ സംഘം കുർവാ സംഘം ഇവിടേക്ക് സംസ്ഥാനത്തേക്ക് വന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് ഔദ്യോഗികമായിട്ട് തന്നെയും. അതിൽ ഒരാളെ മാത്രമേ ഇതിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആലപ്പുഴയിൽ മോഷണ പരമ്പരകൾ നടന്നു. പറവൂരിൽ നിരവധിയായ വീടുകളിൽ മോഷണ ശ്രമങ്ങൾ നടന്നു. അങ്ങനെ എല്ലാം തന്നെ വരുമ്പോഴും ഇവരെക്കുറിച്ച് CCTV ദൃശ്യങ്ങൾ വരുമ്പോഴും ഇവരിലേക്ക് എത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതിൻ്റെ ഒറ്റൊരു കാരണം ഇവർ ഈ പരസ്പരം ഒറ്റക്കൊടുക്കാതെ ഇവർ അങ്ങോട്ട് മാറുന്നു എന്നതാണ്. ഈ സംഘം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതെല്ലാം തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കിടയിൽ പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. കാരണം അതെല്ലാം തന്നെ പിടിക്കപ്പെടാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഇവർക്ക് നന്നായി അറിയാവുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ പിന്നീട് മറ്റൊരു ബന്ധപ്പെടാനുള്ള ഒരു വഴിയും അവശേഷിപ്പിക്കാതെ തന്നെയാണ് ഇവർ മറഞ്ഞിരിക്കുന്നത്. എങ്കിലും ലഭ്യമാവുന്ന വിവരങ്ങൾ പോലീസിൻ്റെ അറിവിൽ ലഭ്യമാവുന്നത് ഈ സംഘത്തിലെ ചിലർ ഏതാണ്ട് 4 പേർ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നതാണ്, ലൈവായി ഉണ്ട് എന്നതാണ്. പക്ഷേ അവരെ പിടികൂടുന്നതിലേക്ക് കടന്നു ചെല്ലാൻ പോലീസിന് കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ മറ്റു മോഷണ സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു പരിപാടിക്കോ അത്തരം കാര്യങ്ങൾക്ക് ഇവർ നിൽക്കാറില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കൃത്യമായ സമയത്ത് അവർ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്ത് വീടിനകത്ത് കയറുക, അല്ലെങ്കിൽ മോഷണശ്രമം നടത്തുക, അത്തരം കാര്യങ്ങളാണ് അവർ ചെയ്തു പോകുന്നത്. അതിനു മുൻപേ പരിസരം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം തന്നെയാണ് കവർച്ച നടത്തുന്നത്. പറവൂരിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് 4 ദിവസത്തോളം ഈ 2 പേരടങ്ങുന്ന ഈ സംഘം 4 ദിവസത്തോളം പറവൂരിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് വീടുകൾ അതിക്രമിക്കുന്നത്, അതിനകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും തന്നെ ഇവർ ഇവിടങ്ങളിലെല്ലാം തന്നെ വരുന്നത് ഏതെങ്കിലും ജോലി തേടുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ വീടുകളുടെ പരിസരത്തേക്ക് എളുപ്പത്തിൽ ആക്രി സാധനങ്ങൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങളിൽ, അങ്കമാലി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കുർവാ സംഘമെന്ന് തോന്നിക്കുന്ന ചിലർ എത്തി എന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. അത് ഈ കൊച്ചിയിൽ ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് കൊച്ചിയിൽ ഉണ്ട് എന്ന് പറയുന്ന ആ 4 അംഗ സംഘമായിരിക്കുമോ, അതോ ഈ പോലീസിനെയൊക്കെ വഴിതെറ്റിക്കാൻ, അവരുടെ അന്വേഷണമൊക്കെ വഴിതെറ്റിക്കാൻ ഈ കുർവാ സംഘം എന്ന വ്യാജേന മോഷണത്തിന് എത്തിയവരായിരിക്കുമോ? ഇപ്പോഴും ജനങ്ങളുടെ ഈ ആശങ്കയ്ക്ക് പോലീസ് തന്നെയല്ലേ ഒരു മറുപടി കൊടുക്കേണ്ടത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇപ്പോഴും പോലീസ് പറവൂരിൽ കണ്ടെത്തിയ 2 അംഗ സംഘം അത് കുറുവാ സംഘമാണെന്ന് നാട്ടുകാരെല്ലാം തന്നെ അതിൻ്റെ മറ്റു CCTV ദൃശ്യങ്ങൾ, കാരണം അവർക്ക് ആർക്കും തന്നെ ഒരു പരിചിതമായ രീതിയിലുള്ള ആളുകളോ കാര്യങ്ങളോ പ്രാദേശികമായുള്ള
കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ ഒരു സംശയം വളരെ ബലപ്പെട്ടതായിരുന്നു ഇത് കുർവാ സംഘം തന്നെയാണ്. കാരണം ആ CCTV ദൃശ്യങ്ങൾ ആലപ്പുഴയിലെ ദൃശ്യങ്ങളോട് സമാനമായ രീതിയിലുള്ളതായിരുന്നു. അപ്പോഴും പോലീസ് സംശയിച്ചിരുന്നത് ഈ പ്രാദേശിക സംഘങ്ങൾ ഇങ്ങനെ വേഷം മാറി മറ്റിടങ്ങളിൽ എത്തുക എന്നതെല്ലാം തന്നെയായിരുന്നു. ഒടുവിൽ അത് ഇവർ തന്നെയാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. ഇപ്പോൾ പോലീസ് പറയുന്നത്, കാരണം ഇതൊരു അവസരമായിട്ട് മറ്റു മോഷ്ടാക്കളും കാണുന്നു. സ്വാഭാവികമാണ്, അതൊരു ഇതിൽ വരുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം അങ്കമാലിയിലും പരിസരത്തും ഇവരെ കണ്ടിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുർവാ സംഘമാണെന്ന് ഒരു ആദ്യത്തെ നിഗമനത്തിൽ അതിൽ ഉറപ്പിച്ചു പോകാനായിട്ട് കഴിയില്ല. കാരണം അതിനെ ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇവർ നടക്കുന്നത് പോലും പ്രത്യേക രീതിയിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഓടുകയാണോ അതോ നടക്കുകയാണോ എന്ന് പോലും പറയാത്ത രീതിയിലേക്ക് ആണ് അവരെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചലനങ്ങളാണുള്ളത്. വലിയ മതിലെല്ലാം അനായാസം ചാടി കടന്നു പോകുന്നവർ തന്നെയാണ്. പറവൂരിൽ അത്തരം സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. കാരണം അടുത്തടുത്തുള്ള വീടുകളിലേക്ക് വളരെ പെട്ടെന്നാണ് ഇവർ കടന്നു ചെല്ലുന്നത്. അത് തന്നെയാണ് അവർ മിന്നൽ വേഗത്തിൽ കടന്നു ചെന്ന് ഒരു ക്രൂരമായി അതിക്രമിക്കുക. അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്കമാലിയിലെ കണ്ടെത്തിയവരെ കുറിച്ചും പോലീസ് ആ രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രതയോടുകൂടി പോകേണ്ട ഒരു സമയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിൽ എടുത്തു പറയുന്നത്, കാരണം ഇത്തരത്തിൽ പോലീസ് എല്ലായിടത്തും തന്നെ തിരയുമ്പോൾ പോലും ഈ രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കരുതിയിരിക്കുക തന്നെ വേണം. പക്ഷേ പോലീസ് തന്നെ പറയുന്നൊരു കാര്യം, ഇവരിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ വളരെ പെട്ടെന്ന് പിന്നീട് ഒരു വിസിബിൾ ആവുന്ന രീതിയിലേക്ക് മറ്റെവിടെയെങ്കിലും മോഷണത്തിന് കയറി വരുന്ന രീതിയിലേക്ക് അവർ ഇല്ല. വളരെ പെട്ടെന്ന് അവർ പിൻവാങ്ങുക തന്നെ ചെയ്യും. പിന്നീട് കുറേ നാളത്തേക്ക് ആ മേഖലയിൽ അവർ കടന്നു വരില്ല. ഇവർ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏത് വീട്ടിൽ എവിടെയാണ് കൃത്യമായി കയറാൻ കയറുക മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയം കൊണ്ട് അവർ പരിശോധിക്കുമെന്നതാണ്. പോലീസിൻ്റെ ഒരു ശ്രദ്ധ അല്പം തെറ്റുമ്പോൾ ഏത് നിമിഷത്തേക്കും കടന്നു വരാവുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു കൈ അകലത്തിൽ അവർ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിലെ ഒരു സൂചനകളെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് ഈ മോഷണ സംഘം പൂർണ്ണമായും കേരളം വിട്ടുവെന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് പൂർണ്ണമായും പിൻവാങ്ങിയെന്നോ ആ രീതിയിലേക്ക് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയുകയില്ല. അവരൊരു രീതി വെച്ചുകൊണ്ട്, കാരണം തിരുട്ട് ഗ്രാമത്തിലടക്കം വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ നടന്നു. സ്വാഭാവികമായി അവർ അവിടെ അത് പരിശോധനകൾ പ്രതീക്ഷിക്കും. അവരവിടെ ചെന്നിട്ടില്ല എന്നതാണ്. എങ്കിൽ മറ്റെവിടെ എന്നതാണ്. അതിർത്തികൾ എല്ലാം തന്നെ പരിശോധനകൾ കാര്യമായിട്ട് ഈ ഘട്ടത്തിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകം ഇവിടെ തന്നെ മറ്റേതെങ്കിലും ജോലിയോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പലരും കൂടുന്നുണ്ടാകാമെന്നതാണ് പോലീസും അനുമാനിക്കുന്നത്. എന്തായാലും തെരച്ചിലുകൾ തുടരുകയാണ്. ജാഗ്രതയോടെ തുടരേണ്ട ഒരു കാലം തന്നെയാണ് ടോം.